അപ്പോൾ വീണ്ടും ഒരു ഓണക്കാലം കൂടി എത്തിയിരിക്കുകയാണ്. കുറച്ച് വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് നമ്മളോടൊപ്പമുള്ള ഗസ്റ്റ് ഒരു ആക്ട്രസ്സാണ്. അതിനുമപ്പുറം സോഷ്യൽ മീഡിയയിൽ തരംഗമായി നിൽക്കുന്ന ആളാണ് മാളവിക മേനോൻ. ഒരു 3 വർഷം മുമ്പ് ഞങ്ങളൊന്ന് ഇതുപോലെ തന്നെ കൗമുദിക്ക് വേണ്ടിയിട്ട് തന്നെ ഞങ്ങളൊന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു ഗോകുലം പാർക്കിൽ. അതിനുശേഷം സുഹൃത്തുക്കളെ വീണ്ടും എൻ്റെ മുന്നിൽ 3 വർഷമായി വീണ്ടും എത്തിയിരിക്കുകയാണ്. അതെ, ഓക്കെ. എന്തോ ഈ 3 വർഷത്തിനിടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചു? ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ഓണം എല്ലാവർക്കും. 3 വർഷത്തിനിടെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. പല നല്ല നല്ല വർക്കുകൾ ചെയ്യാൻ പറ്റി. ഇതുപോലെ ഒരു ഓണം, അതിനിടയിൽ ഓണങ്ങൾ പോയി. എനിക്ക് തോന്നുന്നു ഈ 3 വർഷത്തിനിടയിൽ ഞാൻ കണ്ടൊരു മാറ്റം ഒരുപാട് ഉദ്ഘാടന വേദികളിൽ കണ്ടു തുടങ്ങി അല്ലേ? അതോ ചെയ്തു ഇഷ്ടംപോലെ ചെയ്തിട്ടില്ലേ? ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയ വളരുന്നതിനോടൊപ്പം എല്ലാം പെട്ടെന്ന് ഡെഫിനറ്റ്ലി എല്ലാവരും അല്ലേ ഒരുപാട് കൂടിയില്ലേ ഇപ്പോ? അതൊന്നും എനിക്കറിയില്ല. നേരിട്ട് കിട്ടുന്ന ഒരു എന്താ പറയാ ലൈവ് എക്സ്പീരിയൻസ് ആയിരിക്കും കുറച്ചും കൂടെ ഡെഫിനറ്റ്ലി ഇപ്പോഴത്തെ കാലത്ത്. ഈ പറയുകയാണെങ്കിൽ 3-4 ഇയേഴ്സിനും നമുക്കൊരു 1 ഇയറിൽ തന്നെ ഒരുപാട് വ്യത്യാസം നടക്കുന്നത്. 1 വീക്കിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചേഞ്ച് ആണല്ലോ നടക്കുന്നത്. അൽഗോറിതം എല്ലാം മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവർക്കും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എടുത്തു പറയാവുന്ന ഒരു മൂവിയിൽ കിട്ടിയ അല്ലെങ്കിൽ ഒരു എടുത്തു പറയാവുന്ന ഒരു സിനിമ ഏതായിരിക്കും ഈ വരുന്ന 3 വർഷത്തിനിടയിൽ? ഐ തിങ്ക് റീസെന്റ് റിലീസ് ആയത് കളംകാവലിൽ ചെയ്തിരുന്നു മമ്മൂക്കയുടെ. അത് എല്ലാവരും ഭയങ്കര എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു മൂവി കൂടിയാണ്. ഒരുപാട് പേരുണ്ടായില്ല, ബട്ട് മമ്മൂക്കയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പൊ പലരും അതിലുള്ള എല്ലാവരും പോലെ തന്നെ ഒരു സെപ്പറേറ്റ് സീൻ കിട്ടാന്ന് പറയുമ്പോ ആ സീനിലെ ഹീറോയിൻ ഞാനായിരുന്നു. അപ്പൊ അതെ, അന്നത്തെ ദിവസം ആ ഒരു ഹാഫ് ഡേ ഐ വാസ് ഹീറോയിൻ എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഒരുപാട് സന്തോഷമായിരുന്നു മമ്മൂക്കയുടെ കൂടെ അഗെയിൻ ചെയ്യാൻ പറ്റിയതില്. നമുക്ക് എന്തെങ്കിലും പറഞ്ഞോ മീൻസ് ആക്ടിങ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്? അതിലുള്ള ആ ഒരു കോൺവെർസേഷന്റെ ഇടയിൽ ഇപ്പോ നമുക്ക് നാച്ചുറലി എന്താ പറയാ എല്ലാം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ചെയ്യുമല്ലോ. അപ്പൊ നമ്മൾക്ക് ചെറിയൊരു ആളെ അറിയാൻ വെച്ചെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാവില്ല. എന്നാലും അപ്പൊ എന്തെങ്കിലും ഒരു ഇങ്ങനെ പറഞ്ഞാൽ മതി, ആ ഒരു വേ ഓഫ് പറയൽ ഇങ്ങനെയാണോ എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നപ്പോ അങ്ങനെ പറഞ്ഞുതരും. അത്ര അങ്ങനെ ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല? ഇല്ല, കൂളായിരുന്നു. ഇല്ല സത്യമായിട്ട് നമുക്ക് ആദ്യമൊക്കെ കാണുമ്പോ ഈ പറഞ്ഞ പോലെ എന്താ പറയാ മമ്മൂക്ക എല്ലാവരും ചുറ്റുള്ള എല്ലാവരും പറയാ, അല്ലെങ്കിൽ ആ ഒരു വൈബ് ക്രിയേറ്റ് ആവുന്നതും നമ്മൾ അറിയാണ്ട് ഇങ്ങനെ എനിക്ക് പോകുന്ന ഒരു വൈബാണല്ലോ. പിന്നെ ഒരു ആരേ വരണേ എന്നുള്ളൊരു വൈബ് കൂടിയാണല്ലോ. പിന്നെ ഇങ്ങനെ കണ്ട് പിന്നെ ക്രേസ് കൂടി ഇപ്പൊ ഓക്കെ. നമുക്ക് ഈ പുറമേ എല്ലാം പറയുന്നത് മാത്രല്ല മമ്മൂക്ക സച്ച് എ സ്വീറ്റ് ഹാർട്ട് എന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെയൊക്കെ മനസ്സിലാക്കി തുടങ്ങിയ ശേഷം ഓക്കെ ഇപ്പൊ കൂടായി. ഇപ്പൊ പേടി ടെൻഷൻ അങ്ങനത്തെ അധികമൊന്നുമില്ല. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് മമ്മൂക്ക. ഇല്ല നമുക്ക് അങ്ങനത്തെ ഒരു അനുഭവമില്ല. എല്ലാവരുടെ നമ്മൾ കാണുന്ന എല്ലാവരുടെ ചിൽപ്പില്ലായിട്ട് നടക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് കണ്ടിട്ടുള്ളൂ. അതെ, ആള് വരുമ്പോ തന്നെ ഒരു അല്ലാത്ത പറയല്ല, നമ്മൾ അറിയാണ്ട് എണീച്ചു പോവില്ല ഇങ്ങനെ. നമ്മളെ വിഷയത്തിൽ നിന്ന് വിട്ട് ഓണത്തിലേക്ക് വരാം. അപ്പൊ ഒരു ഫ്രഷ് ആയിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കൂ. കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്ത് ഓണം നമ്മളെല്ലാവരും പോലത്തെ വീട്ടിൽ തൃപ്പൂണിത്തുറയല്ലേ? അല്ലല്ല, ഞാൻ പ്രോപ്പർ തൃശ്ശൂരാണ്, കൊടുങ്ങല്ലൂർ. ഇപ്പൊ നാട്ടിലെ തറവാട്. ഇപ്പൊ ഇവിടെ അവിടെ താമസം. ഓണാഘോഷത്തിന്റെ ഓർമ്മകളൊക്കെ എങ്ങനെയാ? വീട്ടില് ഇപ്പൊ ഈ പറഞ്ഞ പോലെ അച്ഛമ്മയും മുത്തശ്ശനും എല്ലാവരും ചെറുപ്പത്തിലല്ലേ ചോദിച്ചത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ചാണകമൊക്കെ മെഴുകി പൂക്കളൊക്കെ പൊട്ടിച്ച് സ്കൂൾ ടൈം ആയിരിക്കും, അതിന് കോളേജായി. അപ്പൊ അതിന്റെ ഇടയിലൂടെ എന്നാലും ചില സമയത്ത് എക്സാംസോ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ ഞാനിങ്ങനെ സ്റ്റഡി റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കും, പഠിക്കാണ്ടിരിക്കാൻ എന്തൊക്കെ നടക്കുന്നു പുറത്താ. അപ്പൊ പൂക്കളൊക്കെ ഇട്ട് പിന്നെ അതെ, പിന്നെന്താ സദ്യ, പിന്നെന്താ നല്ല നല്ല മൂവീസ് ഇറങ്ങുന്നുണ്ടാവും, അതൊക്കെ ചെന്ന് കാണുക, പിന്നെ നല്ല ഡ്രസ്സുകളൊക്കെ എടുക്കുക. കുട്ടി സന്തോഷങ്ങളൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇത്തവണത്തെ ഓണം നമ്മള് കൗമുദി ടിവിയോടൊപ്പം ആണല്ലോ. നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓണം കാണാൻ മറക്കരുത്. മാളവിക നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല കളർഫുൾ ആയിട്ട് എടുത്തുള്ള ഒരു സോങ് ആണ്. സോ ഐ ടോട്ടലി ലവ്ഡ് ഇറ്റ്. അപ്പൊ തിരുവോണത്തിന് വീട്ടിലുണ്ടെങ്കിൽ എന്തൊക്കെയാ പരിപാടികൾ? മീൻസ് അങ്ങനെ കിട്ടാറുണ്ടോ അതോ ഷൂട്ടായിരിക്കുമോ? ഇല്ല, എനിക്ക് ആക്ച്വലി ഈ പറഞ്ഞ പോലെ ചെറുപ്പം മുതലേ വീട്ടിൽ ഇങ്ങനെ ആഘോഷിച്ച വിഷു ആയാലും ഓണായാലും ഇപ്പോഴും ഫാമിലി ആയിട്ട് തന്നെയാണല്ലോ ഞാൻ വളർന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ കൂടുതൽ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലും സെറ്റിലോ എന്തെങ്കിലും വർക്ക് ആവാനോ, ഈവൻ ഇഫ് എൻ്റെ ബർത്ത്ഡേ ആയാലും അല്ലെങ്കിൽ എന്തൊരു ആഘോഷമാണെങ്കിലും എനിക്കിപ്പോൾ സെറ്റില് സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് പല പുതിയ ആൾക്കാരെ കാണും, അറിയുന്നവരുണ്ടാവും, എഗെയിൻ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു ഡിഫറെന്റ്
മെമ്മറി ആണല്ലോ. ബാക്കി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇയേഴ്സ് ആയിട്ടുള്ള മെമ്മറി ഉണ്ട് ഓൾറെഡി. സോ എനിക്ക് അതൊരു പുതിയ എക്സ്പീരിയൻസ് എനിക്ക് ഇഷ്ടമാണ്. ഏതാ ശരിക്കും ഇഷ്ടം, സെറ്റിൽ ആഘോഷിക്കാനാണോ വീട്ടിലാണോ? രണ്ടും ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞ രണ്ടും എക്സ്പീരിയൻസ് ചെയ്യാം. ഡെഫിനറ്റ്ലി. മറ്റേത് എനിക്ക് അവിടെ ഉള്ളൊരു കാര്യമാണ്. അത് എപ്പോഴും എവിടെ പോയാലും തിരിച്ചെത്തി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സെയിം എന്നുള്ള ഒരു കാര്യമാണല്ലോ ഫാമിലി. ഇപ്പൊ എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളത് ഇടയ്ക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇത്തവണ എവിടെയാണെങ്കിൽ അതിന് മുമ്പ് വേറെ ഒരു സെറ്റിലായിരുന്നു. അങ്ങനെയും സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. സോ ഐ എം ഹാപ്പി, ഐ എം റെഡി ടു എക്സ്പ്ലോറിംഗ് എൻ്റെ ന്യൂ എക്സ്പീരിയൻസുകളൊക്കെ. വീട്ടിലുണ്ടെങ്കിൽ കിച്ചണിൽ കയറാറുണ്ടോ? പിന്നെ ചിപ്സ് ഒക്കെ എടുക്കാനുള്ളതല്ലേ സദ്യക്ക് കഴിക്കാൻ. അതെ അതെ, പപ്പടം കാച്ചും. പപ്പടം കാച്ചും, ആരെങ്കിലും കാച്ചും കഴിക്കും സദ്യക്ക്. കുക്ക് ചെയ്യാൻ എന്തെങ്കിലും അറിയാവോ? അറിയാം. എനിക്ക് തോരനൊക്കെ അറിയാം ഉണ്ടാക്കാൻ. ഈ കുക്ക് ചെയ്യാൻ അറിയാത്തോണ്ടാണോ ഇപ്പോഴും കല്യാണം കഴിക്കാതെ നിൽക്കുന്നത്? അല്ല, റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ റെഡി ആയിട്ടില്ല, അതുകൊണ്ടാണ്. സിംഗിൾ ആയിട്ട് പോകുന്നതാണോ ഇഷ്ടം, അതോ? സിംഗിൾ ലൈഫ് അടിപൊളിയല്ലേ? അടിപൊളിയാണ്, നോ പ്രഷർ. അപ്പൊ ആരോടും ഇതുവരെ ക്രഷ് ഒന്നും തോന്നിയിട്ടേ ഇല്ല? തോന്നിയിട്ടൊക്കെ ഉണ്ട്, ഡെഫിനറ്റ്ലി. അതെന്താ, ഞാനൊരു മനുഷ്യനല്ലേ? ഡെഫിനറ്റ്ലി. ഓക്കെ. ഇപ്പം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഏകദേശം എനിക്ക് നിദ്ര എന്ന് പറയുന്ന സിനിമയിലൂടെ വന്നു, അതിനുശേഷം തമിഴ് ചെയ്തു, തെലുങ്ക് ചെയ്തു. അത്യാവശ്യം ഒരു സർട്ടൺ ഒരു ടൈമിനിടയ്ക്ക് ഓരോ പടങ്ങൾ ഇങ്ങനെ ചെയ്ത് പോകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ചാൻസ് ചോദിക്കുന്ന ആളാണോ? അല്ല, അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക്. എനിക്ക് മടിയാണ്. പക്ഷെ ഇപ്പൊ ഞാനത് പഠിച്ചു വരുന്നു. ലൈക്ക് ഐ ഷുഡ് ആസ്ക്. ഈ എല്ലാവരും പറയുന്ന പോലെ അല്ല, യു ഷുഡ് ആസ്ക്. കാരണം ഇപ്പോഴത്തെ ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പണ്ടത്തെ കാലത്തെ പോലെ ഒരു 4-5 ആക്ടേഴ്സ് ആക്ട്രസസ് അല്ല ഉള്ളത്. ഇപ്പോന്ന് പറഞ്ഞാൽ എനിബഡി ക്യാൻ ബിക്കം an influencer, an actor, a celebrity. സോ അതുകൊണ്ട് നമ്മളൊക്കെ എപ്പോഴും എല്ലാവരും ഓർത്തിരിക്കണമെന്നൊന്നുമില്ല. ഡെഫിനറ്റ്ലി അങ്ങനെ ഇതൊക്കെ എനിക്ക് കിട്ടുന്ന അഡ്വൈസസ് ആണ്. പക്ഷെ ഇതൊന്നും ഞാൻ ചെയ്യുന്നതല്ല. ബട്ട് ചില നേരത്തെ ഓരോ മൂഡ് അനുസരിച്ച് ഞാനിങ്ങനെ ചോദിക്കാം അല്ലേ എന്നുള്ള. അതും ഞാൻ ഒരുപക്ഷെ വർക്ക് ചെയ്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടീമായിരിക്കും ഞാൻ ഒരുപക്ഷെ ചോദിക്കുന്നുണ്ടാവാം. അല്ലാതെ എനിക്ക് പെട്ടെന്ന് ചെന്ന് അറിയാത്തൊരാളുടെ അടുത്ത് ചെന്ന് ചോദിക്കാൻ എനിക്ക് മടിയാണ്. നല്ലപോലെ കഴിഞ്ഞ തവണ പറഞ്ഞപ്പോഴേ ഈ പറഞ്ഞ പോലെ മാറ്റിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞായിരുന്നു. അതായത് ഫോട്ടോസ് കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടണം. അതിലൊക്കെ മടിയുള്ള ആളാണ്. പക്ഷെ പലരും പറയാറുണ്ട്, ഞാൻ ഇടാൻ ശ്രമിക്കാറുണ്ട്. അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? അപ്പൊ എനിക്കൊരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അങ്ങനെയാണ്? ഒരു വ്യത്യാസം വന്നിട്ടില്ല? ഒരു വ്യത്യാസമില്ല, പണ്ടത്തെ ആളെന്നൊക്കെ. അതുപോലെ ഈ കമന്റ്സിൽ പ്രതികരിക്കാറുണ്ടോ? ഇല്ല, കുറവാണ്. വെരി വെരി റെയർ. ഞങ്ങൾ ആക്ച്വലി കുറച്ചു മുന്നേ ഒരു ടോക്ക് ഉണ്ടായിരുന്നേ ഉള്ളൂ. അല്ലല്ല, നമ്മള് എന്റെ കൂടെയുള്ള കുട്ടിയായിട്ട് തന്നെ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കായിരുന്നു, എങ്ങനെയാണ് ചേച്ചി റിയാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിഷമാവാറില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറയാം. അപ്പൊ കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങനെ ഒരുപാട് ഹാഷ് ആയിട്ടുള്ള കമന്റ്സ് ഒന്നും വരുന്നില്ല. മേ ബി ഓരോ സമയം അനുസരിച്ച്. ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ ഇന്ന് മീഡിയയിൽ ആരെങ്കിലും ഭയങ്കരമായിട്ട് നല്ലവനായിട്ടാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഹീ ഈസ് ദി ഹീറോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഷീ ഈസ് ദി ഹീറോയിൻ എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ബിഹൈൻഡ് ദി സ്റ്റോറി ഒന്നും അറിയുന്നില്ല. അവിടെ എന്താണോ വരുന്നത്, അതിനെ ചുറ്റും നമ്മൾ നിന്നിട്ടല്ല അതിനൊരു റെസ്പോൺസ് നമ്മൾ അല്ലെങ്കിൽ അഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നത് ഒന്നും. സത്യസന്ധമായി എന്താണ് നടന്നത് ഹോൾ സ്റ്റോറി അറിയാതെയാണ് പലരും കമന്റ് ഇടുന്നത്. അപ്പൊ അതില് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അല്ല, എനിക്ക് മോശമായിട്ട് വളരെ മോശമായിട്ട് ഇതിനെ പ്രതികരിച്ചില്ലെങ്കിൽ ഇത് ശരിയാവില്ല എന്ന് തോന്നുന്ന ഒരു കമന്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ. അല്ല ചുമ്മാ നമ്മളെ കാണിക്കാനായിട്ടുള്ള കമന്റ്സ് അങ്ങനെയൊക്കെയാണ് ഇടുന്നത്, അതിനും അങ്ങനെ റെസ്പോൺസ് ഇതുവരെ അതിനുള്ള അവസരം വന്നിട്ടില്ല. ചെയ്തിട്ടുണ്ട്. ബട്ട് അതെ, നമ്മള് ഒരു പരിധി വിട്ട് ഇത് എന്താ പറയാ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ള ഒരു ഇത് വരുമ്പോ അത് ക്ലിയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നിടത്ത് ഐ വിൽ ക്ലിയർ ഇറ്റ്, അല്ലെങ്കിൽ ഐ വിൽ ജസ്റ്റ് ലീവ് ഇറ്റ്, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് ഓണമായിട്ട് കുറച്ച് ടാസ്ക് തരാം. ഞാൻ കണ്ടു മാളവികയുടെ കുറച്ച് വീഡിയോസിൽ ടങ് ട്വിസ്റ്റേഴ്സ് അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ പറയുന്നത് കണ്ടു. അത്യാവശ്യം നന്നായിട്ട് പറയുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് പറയുന്നുണ്ട്. നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. ഇത് കഴിഞ്ഞോണ്ട് എന്റെ അടുത്ത് ചോദിച്ചല്ലേ? അത് പഠിക്കേണ്ടതായിട്ടുള്ളതാ. അല്ല, ഇതൊക്കെ എന്റെ നിയമം എന്തായിരുന്നു? 10 ഇത് പഠിച്ചോ? പഠിക്കേണ്ടതായിട്ടുള്ളത് പഠിച്ചോ? അല്ല, അത് വേണ്ട, അത് ഞാൻ പഠിച്ചിട്ടില്ല. എന്നാ അത് വിട്ട് ഇത് പറഞ്ഞു. അതായത് 10 തത്ത ചത്തു. ഈ ചത്ത തത്ത പച്ചയായിരുന്നു. അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. ചത്ത തത്ത പച്ചയായിരുന്നു. 10 തത്ത ചത്തു, അതില് ചത്ത തത്ത പച്ച. ചത്ത തത്ത പച്ച. ഇത് നടപടിയാവില്ല.
നടപടിയാവില്ല. അയ്യോ എനിക്ക് വേണ്ടേ ടങ് ട്വിസ്റ്റർ. എനിക്ക് ഒരെണ്ണം കൂടെ തരാം. തച്ചൻ ചത്ത തച്ചത്തി തടിച്ച തച്ചത്തി. ഒന്നുകൂടെ പറയോ? തച്ചൻ തച്ചൻ ചത്ത, ഇതിലും ചത്തയാണോ? ചത്ത. ഓക്കെ. തച്ചൻ ചത്ത തച്ചത്തി തടിച്ച തച്ചത്തി. ഇത് സിമ്പിൾ ആണ്, സിമ്പിൾ ആയിട്ട് പറയാം. തച്ചൻ ചത്ത തച്ചത്തി തടിച്ച തച്ചത്തി. ഓക്കെ. തച്ചൻ ചത്ത തച്ചത്തി തടിച്ച തച്ചത്തി. അത് ഒപ്പിച്ചു. എങ്ങനെയോ ഒപ്പിച്ച്. ഇനി വേണോ? ഓണത്തെ കുറിച്ച് അറിയാം. ഇപ്പൊ ഓണം ആകുമ്പോൾ നമുക്ക് ഒരുപാട് പഴഞ്ചൊല്ലുകൾ അതൊക്കെ അറിയാവോ ശരിക്കും? മലയാളത്തിലൊക്കെ എങ്ങനെയായിരുന്നു ഈ മീൻസ് പഠിക്കാനൊക്കെ? ഇതെന്ത് ചോദ്യമാണോ ഇത്? കട്ടി എന്താണോ ഞാൻ ഭയങ്കര പ്ലീസ്. ഇപ്പം ഒരുപാട് പേര് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആക്ച്വലി ഇത്രയും നമ്മൾ കീപ്പ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യം സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഡയറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. മാളവിയെ സംബന്ധിച്ച് ഈ ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ വലിച്ചുവാരി കഴിക്കാറുണ്ടോ അതോ അപ്പോഴും കൺട്രോൾ ചെയ്തിട്ടാണോ പോവാറ്? അല്ല, ഞാൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്നുകൊണ്ടും ഫെസ്റ്റിവൽ സീസണിൽ അങ്ങനെ അധികം വലിച്ചുവാരി കഴിക്കാറില്ല. ഇല്ല, എന്നാലും ഒരു സമയത്ത് ഡെഫിനറ്റ്ലി ക്രേവിങ്ങിലൊക്കെ ടൈം ഉണ്ടാവും ഡെഫിനറ്റ്ലി. അപ്പൊ ഞാൻ ക്രേവിങ്സ് എന്താണ് പറയുന്നത് വെച്ചാൽ സ്വീറ്റ്സ് ആണ് എനിക്ക് ബേസിക്കലി ഒരു പ്രോബ്ലം. ഐ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. പക്ഷെ പിന്നെ ചിലപ്പോ ഒരു ഗിൽറ്റി ഫീലിംഗ് നമുക്ക് നാച്ചുറലി വരുമല്ലോ, വേണ്ടായിരുന്നു എന്നുള്ളത്. അത് കൺട്രോൾ ചെയ്ത് പോകുന്നുണ്ട് ഇപ്പോ. ഓണക്കാലത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ടോ? മോശമില്ല, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഇപ്പൊ. ഓണത്തിൽ സദ്യയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വിഭവങ്ങൾ എന്തൊക്കെയാ? ഏറ്റവും കൂടുതൽ കണ്ടാല് വീണ്ടും വീണ്ടും ചോദിച്ചു കഴിക്കുന്നത്? കൂട്ടുകറി ഇഷ്ടമാണ്. മാങ്ങ പുളിശ്ശേരി, മാമ്പഴപ്പുളിശ്ശേരി അതാണ് എന്റെ ഫേവറേറ്റ്. അതാണ് ഫേവറേറ്റ്. മാമ്പഴപ്പുളിശ്ശേരി പപ്പടവും ഒക്കെ ചേർത്ത് ഒരു പിടി പിടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അത് മാത്രം മതി. ഓക്കെ. ഇടയ്ക്ക് ഞാൻ ഈ പറഞ്ഞു ഇപ്പൊ കളങ്കാവിൽ കഴിഞ്ഞു. കളങ്കാവിൽ അത്യാവശ്യം നല്ല ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടർ. എനിക്ക് തോന്നുന്നു ഇപ്പൊ കഴിഞ്ഞ ഒരു 2-3 വർഷത്തിനിടയിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നന്നായിട്ട് നോട്ടീസ് ചെയ്തൊരു ക്യാരക്ടറായിരുന്നു. ഇനി അതുപോലെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ വരാനുണ്ടോ? അതുപോലെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ആളുടെ മൂവി, ഞാനും ആഗ്രഹിച്ചിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. ഡയറക്ഷനിൽ വർക്ക് ചെയ്യാന്നുള്ള അമൽ നീരജ് സാറിന്റെ മൂവിയിൽ ഒരു ക്യാരക്ടർ ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. അത് നമ്മുടെ ബാച്ചിലർ പാർട്ടി 2 എന്റെ എനിക്ക് കുറച്ച് തന്നെ ഉള്ളൂ. ബട്ട് ടു ബി പാർട്ട് ഓഫ് ദാറ്റ് ജയ്ജാൻഡിക് മൂവി എന്ന് പറയുന്നത് മേക്കിംഗില് ചെയ്യാന്ന് പറയുന്നത് ഐ വാസ് റിയലി ഹാപ്പി. അങ്ങനെ ഒരു കോള് വന്നപ്പോ ഐ എം സോ ഹാപ്പി അതിൽ വർക്ക് ചെയ്യാൻ പറ്റിയല്ലോ. കംപ്ലീറ്റ് ചെയ്തു, ഷൂട്ട് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. മലയാളത്തില് നിദ്രയിലൂടെ വന്നു, അഭിനയിച്ചു. അതിനുശേഷം എനിക്ക് തോന്നുന്നു അധികം ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നില്ല, തമിഴിലേക്ക് ഒരു എൻട്രി കിട്ടി. എങ്ങനെയായിരുന്നു ആ ഒരു ചാൻസിലേക്ക് വന്നത്? അത് സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. എനിക്ക് തോന്നുന്നു അന്ന് FB-യിലൊക്കെ സോഷ്യൽ മീഡിയ ത്രൂ തന്നെയാണ് പലതും ഫോട്ടോസ് അങ്ങോട്ട് റീച്ച് ആയിട്ട്. അറ്റ് ദ സെയിം ടൈം ഇപ്പൊ ഞാൻ നിദ്രയാണ് തുടക്കം കുറിച്ചത്, ശേഷം ഹീറോ എന്ന മൂവി ചെയ്തു, പിന്നെ 916 ലീഡായിട്ട് ചെയ്തു. ആ ഒരു ടൈമിൽ തന്നെ എനിക്ക് തമിഴിൽ നിന്നും വന്നിരുന്നു. പിന്നെ ലേറ്റർ ഈ പറഞ്ഞ പോലെ ഞാനും ആലോചിച്ചു അന്ന് ഇങ്ങനെ എനിക്ക് തമിഴിൽ നിന്ന് കോൾ വന്നത് എന്നൊക്കെ. ബട്ട് തമിഴും ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ലാംഗ്വേജ് ആണ്. അത്യാവശ്യം സംസാരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ മലയാളം പാട്ടുകളും എല്ലാം സിനിമകളൊക്കെ കണ്ടു വന്ന അതേപോലെ തന്നെ ചെറുപ്പം മുതലേ ഞാനും തമിഴിലും കേൾക്കും. പാട്ടുകൾ കേട്ട് അല്ലെങ്കിൽ നമ്മളിൽ നിന്നൊരു വ്യത്യാസം ഉണ്ടല്ലോ. പാട്ടുകൾ ചിലത് ഭയങ്കര ഡപ്പാങ്കുത്തും അത് ഇതൊക്കെ ജോളി ആയിട്ടുള്ള, അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ കണ്ട് ഇഷ്ടമായി താനേ എനിക്ക് ഉള്ളിലൊരു തമിഴ് ഇങ്ങനെ കിടക്കണ്ടായിരുന്നു. അപ്പൊ മൂവിയിലും കൂടി കയറിയപ്പോ ഭയങ്കര സന്തോഷമായി. തമിഴിലെ ഇഷ്ടപ്പെട്ട ആക്ടർ ആരാണ്? ഒരുപാട് പേരുണ്ട്, ഈ ഒരാളെ പറയാൻ പറ്റില്ല. നമ്മുടെ വിജയ് സാർ അഭിനയം നിർത്തിയതിനോട് എന്ത് പറയുന്നു? ഭയങ്കര ഒരു അല്ലേ, എല്ലാരും പോലെ തന്നെ ഇഷ്ടടാ. ഒരു ക്യാരക്ടറെങ്കിലും ഒരുമിച്ച് ചെയ്യണം എന്ന് ഡെഫിനറ്റ്ലി എല്ലാവരും ആഗ്രഹിച്ചിട്ട് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. റീസെന്റ് ഇനി പുതിയ പ്രോജക്റ്റുകൾ ഏതെങ്കിലും കേൾക്കുന്നുണ്ട്? അപ്പോൾ എനിക്ക് തോന്നുന്നു ഉടനെ നല്ലൊരു മൂവി ഉണ്ടാവും എന്നാണ് ഞാനും. ഈ സെലക്റ്റീവ് ആണോ അങ്ങനെ? ഇപ്പോൾ ഒരു സ്റ്റോറി കേട്ടിട്ട് മീൻസ് അതോ ഇപ്പോൾ സംവിധായകരുടെ ആണെങ്കിലും ഇപ്പോൾ വലിയ സംവിധായകർ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോറി കേട്ടിട്ടാണോ പോകാറ്, അല്ലെങ്കിൽ അവർ ക്യാരക്ടർ? അല്ല, അങ്ങനെ ഇപ്പൊ ഇപ്പോ മെയിൻ ആക്ടേഴ്സിന് ഒരുപാട് മൂവി വന്നിട്ട് അതിൽ നിന്നൊന്ന് പിക്ക് ചെയ്യുക എന്ന് പറഞ്ഞ പോലെ അല്ല എനിക്കുള്ളത്. എനിക്കിപ്പോ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അതൊരു ഇപ്പൊ പറഞ്ഞ പോലെ അമൽ നീരജ് സാറിന്റെ ഒരു കോള് വരിക എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ എത്ര സീനുണ്ട് എന്നായിരിക്കില്ല ഞാൻ ചോദിക്കുന്നത്. എൻ്റെ ആഗ്രഹമായിരുന്നു അത്. അപ്പോൾ ഒരു കോള് വരുമ്പോൾ ഞാൻ യെസ് പറഞ്ഞിട്ടായിരിക്കും എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ളത് ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ഡെഫിനറ്റ്ലി എന്നാ ഒരു പാസിംഗ് ക്ലൗഡ് ആയിട്ട് നിൽക്കാനും എനിക്ക് അങ്ങനെയല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ബട്ട്
ഈ പറഞ്ഞ പോലെ നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ഇപ്പോൾ എനിക്ക് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ യെസ് ഐ ഹാവ് സെഡ് നോ. ഓക്കെ. ബട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ജോഷി സർ, അമൽനീരജ് സർ, ഇവരുടെയൊക്കെ മൂവി എന്തോ എനിക്ക് എത്ര ഒരു ചെറിയ ക്യാരക്ടർ ആണെങ്കിലും നമുക്ക് യെസ് യെസ് ഐ എം റെഡി ടു ഡു എന്ന് മാത്രമേ പറയാൻ എനിക്ക് മൈൻഡിൽ വരുള്ളൂ. ഓക്കെ. ഇപ്പൊ അല്ലാതെ കഥകൾ പറഞ്ഞ ഇപ്പം 916 ലീഡ് ചെയ്തല്ലോ, നായികയായിട്ട് വന്നല്ലോ. പിന്നീട് അങ്ങനെ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ നമുക്ക് വന്നില്ല. അങ്ങനെയുള്ള സ്റ്റോറികൾ ആരെങ്കിലും പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ റിജക്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ആ സമയത്ത് എനിക്ക് കറക്റ്റ് അത്ര ഓർമ്മയില്ല. ബട്ട് യെസ് വന്നിട്ടുണ്ട്. നമുക്ക് അത് പറ്റാത്തതാണെങ്കിൽ ചെയ്യാൻ പറ്റാത്ത പല റീസണുകളും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് യെസ് ഐ ഹാവ് സെഡ് നോ, ചെയ്തിട്ടില്ല, എടുത്തിട്ടില്ല മൂവി പ്രോജക്ട്സ്. നോ ആണെങ്കിൽ ഇപ്പോൾ ഒരാൾ ഇപ്പം ഈ മൂവിയുടെ കേസിൽ മാത്രമല്ല, പേഴ്സണലി ആണെങ്കിലും ലൈഫിലാണെങ്കിലും നോ പറയേണ്ടവരോട് നോ പറയാറുണ്ടോ? നോ പറയണം. ഐ എം ലേണിംഗ് ആക്ച്വലി. എത്ര കാലമായി ചോദിച്ചാൽ അറിയില്ല. ആണ് ഞാൻ ഫുള്ളി ലേൺഡ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് നോ, അങ്ങനെ എല്ലാം ലേൺഡ് ആയിട്ട് ഒരാളുണ്ടോന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ ലേണിംഗ്, സ്റ്റിൽ എക്സ്പീരിയൻസിങ്, ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാം. ഇപ്പോൾ നോ പറയേണ്ട അടുത്ത് ചിലയിടത്ത് നമ്മൾ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇപ്പൊ നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ അവരുടെ അടുത്ത് നോ പറയാ എങ്ങനെയാണ് എന്നുള്ളതും നോ പറയണം എന്നുള്ളതും അറ്റ് ദി സെയിം ടൈം ഈക്വലി നിൽക്കുന്ന ഒരു സാധനമായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ സിറ്റുവേഷനിൽ പെട്ട് കഴിഞ്ഞാൽ അറിയില്ല എന്താ ചെയ്യാന്ന്. ബട്ട് അത് ഓവർകം ചെയ്ത് വരണം നമ്മള്. ഡെഫിനറ്റ്ലി നമ്മളുടെ പീസ് ഓഫ് മൈൻഡ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആർക്കായാലും. ഇപ്പൊ ഞാൻ ഫോർ യു, ഫോർ ഈച്ച് ആൻഡ് എവ്രി വൺ. അപ്പോ നോ പറയേണ്ടത് നോ പറയണം. അതൊരു വലിയ പാഠം തന്നെയാണ്. അപ്പോൾ ഏതായാലും ഈ തിരുവോണത്തിൽ തീർച്ചയായും കൗമുദിക്കും നമുക്ക് നല്ലൊരു സോങ്ങിൽ മാളവിക എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആ പാടും എല്ലാവരും കാണണമെന്ന്. അതെ, ഭയങ്കര രസമാണ് കേൾക്കാനും കാണാനും. ഭംഗിയിൽ വന്നിട്ടുണ്ട് ആ സോങ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണു. ഈ ഓണത്തിന് നമ്മുടെ കൗമുദിയുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എല്ലാ തവണത്തെയും പോലെ തന്നെ വീണ്ടും എന്നെ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. എല്ലാ ഐശ്വര്യവും സമാധാനവും സന്തോഷവും കൗമുദി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും, ടി വിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ക്രൂവിനും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു ഫോർ ഹാവിംഗ് മീ ഹിയർ. എന്തായാലും എൻജോയ് ചെയ്തു. ശരി. താങ്ക് യു. യെസ്. ഓക്കെ, താങ്ക് യു. ഹാപ്പി ഓണം.